പരാശര സംഹിത എന്ന ഗ്രന്ഥത്തിലാണ് ഹനുമാന്റെ വിവാഹത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസം നേടുവാൻ ഹനുമാൻ സൂര്യനെയാണ് സ്വന്തം ഗുരുവായി സ്വീകരിച്ചത്. സൂര്യന്റെ പക്കൽ നവവിദ്യകളെന്നറിയപ്പെടുന്ന 9 ദിവ്യവിദ്യകളുണ്ടായിരുന്നു. ഇവയെല്ലാം പഠിക്കണമെന്ന് ഹനുമാൻ ആഗ്രഹിച്ചു. പക്ഷേ സൂര്യൻ ഹനുമാനെ 9 വിദ്യകളിൽ 5 എണ്ണം മാത്രമാണ് പഠിപ്പിച്ചത്. ബാക്കിയുള്ള 4 വിദ്യകൾ വിവാഹിതരായ വ്യക്തികൾക്ക് മാത്രമേ ഉപദേശിക്കാവൂ എന്നൊരു നിയമമുള്ളതുകൊണ്ടാണ് സൂര്യൻ ഹനുമാനെ പഠിപ്പിക്കാതിരുന്നത്. ഹനുമാനാണെങ്കിലോ ബാല്യം മുതൽക്കേ ബ്രഹ്മചാരി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവനുമാണ്. അതിനാൽ തന്നെ ഹനുമാന് ശേഷിക്കുന്ന 4 വിദ്യകൾ പകർന്നു കൊടുക്കാൻ സൂര്യന് സാധിക്കുകയുമില്ല. ഈ പ്രശ്നം പരിഹരിക്കുവാനായി സൂര്യദേവൻ ഹനുമാനോട് വിവാഹിതനാകാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ആദ്യമൊന്നും ഹനുമാൻ സൂര്യദേവനെ അനുസരിക്കാൻ തയ്യാറായില്ല. പക്ഷേ ശേഷിക്കുന്ന 4 വിദ്യകൾ ഹനുമാൻ പഠിക്കുകയും വേണം. അവസാനം ഹനുമാൻ വിവാഹം ചെയ്യാൻ സമ്മതിച്ചു. ഹനുമാൻ വിവാഹത്തിന് സമ്മതം മൂളിയതോടെ സൂര്യൻ സ്വന്തം തേജസ്സിൽ നിന്നും ഒരു കന്യകയെ സൃഷ്ടിച്ചു. വർച്ചസിൽ നിന്നും അഥവാ പ്രകാശകിരണങ്ങളിൽ നിന്നും ജന്മം കൊണ്ട അവൾക്ക് സുവർച്ചല എന്ന നാമവും നൽകി. ഹനുമാനോട് സുവർച്ചലയെ വിവാഹം ചെയ്യാൻ ഉപദേശിച്ച സൂര്യദേവൻ വിവാഹശേഷവും ഹനുമാൻ നിത്യബ്രഹ്മചാരിയായി തുടരുമെന്നും അരുൾ ചെയ്തു. എന്തുകൊണ്ടെന്നാൽ സൂര്യതേജസ്സിൽ നിന്നും രൂപം പൂണ്ട സുവർച്ചല നിത്യതപസ്സിലേർപ്പെടും. അതുകൊണ്ടുതന്നെ വിവാഹശേഷവും ഹനുമാൻ നിത്യബ്രഹ്മചാരിയായി തന്നെ അറിയപ്പെടുമെന്നും സൂര്യൻ അറിയിച്ചു. മൻവന്തരങ്ങൾ കടന്നു പോകുമ്പോൾ ഹനുമാന് ബ്രഹ്മപദവി ലഭിക്കുമെന്നും അന്ന് സുവർച്ചല സരസ്വതി സ്ഥാനം അലങ്കരിക്കുമെന്നും സൂര്യൻ അനുഗ്രഹിച്ചു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.